ഒരു ബുധനാഴ്ച കൂടെ ദൈവസന്നിധി ഇരിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നു. നമുക്കത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ സ്നേഹവും കരുതലും നമ്മുടെ കർത്താവിന് നമ്മോടുള്ള വിചാരങ്ങളും നമുക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ കഴിഞ്ഞ ബുധനാഴ്ച നമ്മുടെ കർത്താവ് യെരുശലേമിലേക്ക് പോവുകയും യെരുശലേം ദേവാലയത്തിലെത്തി ആ ദേവാലയത്തിന്റെ ശുദ്ധീകരണം കർത്താവ് ആധികാരികമായി പറഞ്ഞു, ഇത് എൻ്റെ പിതാവിൻ്റെ ആലയം, എൻ്റെ പിതാവിൻ്റെ ആലയം. വാസ്തവത്തിൽ അവരത് കേട്ടിട്ട് ഞെട്ടേണ്ടതാണ്. ഇത്ര ആധികാരികമായ ഒരു വാക്ക് ദേവാലയത്തിന്റെ മുറ്റത്ത് നിന്ന് ആരും പറഞ്ഞിട്ട്. നമ്മുടെ കർത്താവ് പറയാണ്, എൻ്റെ ആലയം, നിങ്ങൾ അതിനെ വാണിഭശാലയാക്കി. അവിടെ കൊണ്ടുവന്ന മൃഗങ്ങളെ കർത്താവ് അവിടുന്ന് ഓടിച്ചു കളയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. 16-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുകയും, പശുവിനെയും കാളയൊക്കെ കൊണ്ടുവന്നവരോട് അതിനെ അഴിച്ചുകൊണ്ട് വന്നു. എന്നാൽ പ്രാവിനെ കൊണ്ടുവന്നത് കൂട്ടിലാണ്. ആ കൂട് തുറന്നു വിട്ടില്ല. നമ്മുടെ കർത്താവിൻ്റെ ആ പ്രവൃത്തികളുടെ വൈശിഷ്ട്യം എത്ര വലുതാണ്. പ്രാവിന്റെ കൂട് തുറന്നാൽ നമുക്കറിയാം അത് പറന്നു പോകും, കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കൊണ്ടുവന്ന ആളുകൾ കർത്താവിനോട് പറയും, ഞങ്ങളുടെ പ്രാവ് നഷ്ടപ്പെട്ടു പോയല്ലോ. അങ്ങനെ ഒരു വാക്ക് സോറി പറയാൻ നമ്മുടെ കർത്താവിന് ഇട വന്നിട്ടില്ല, ഇടവരുത്തുകയുമില്ല. താൻ മശിഹയാണ്, താൻ ദൈവപുത്രനാണ്. നമുക്ക് തോന്നും ഇത് ചെറിയ കാര്യമാണല്ലോ എന്ന്. ഏറ്റവും ചെറിയ കാര്യങ്ങൾ കൂടെ തൻ്റെ മഹത്വം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത്ര മഹത്വവാനായ കർത്താവിൻ്റെ മക്കളായി ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഒരു അനുഗ്രഹവും അത്ഭുതവും. നമുക്ക് അതിന് അടുത്ത വാക്യത്തിലേക്ക് വരാം. ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കുക. ഞാൻ ഓർത്തു, ഈ ദേവാലയത്തിന് വളരെ ചരിത്രമാണ്. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ BC 516 മുതൽ ചരിത്രമുള്ള ഒരു ദേവാലയമാണ്. ആ ദേവാലയത്തിന്റെ മുറ്റത്ത് ഭക്തന്മാരായ അനേകർ വന്നിട്ടുണ്ട്. എസ്രയും നെഹമ്യാവും സക്കരിയാവും ഹഗ്ഗായിയും ഒക്കെ വന്നിട്ടുണ്ട്. അവരാരും പറയാത്ത ഒരു വാക്യം, എൻ്റെ പിതാവിൻ്റെ ആലയം, എൻ്റെ പിതാവിൻ്റെ ആലയം. നോക്കുക, വായിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കുക. എന്തൊരു വലിയ തെറ്റാണ്. മറ്റൊരു വാക്കി പറഞ്ഞാൽ ക്രൂരതയാണ് അവർ കാണിച്ചത്. ഇതിൽ നിന്ന് ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇന്ന് ഈ ആലയം ഏതാണ്? തീമോത്തിയോസിന്റെ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൽ നിന്ന് പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്. നിങ്ങൾക്കൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, നിങ്ങൾക്ക് കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണ്. 1 തീമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ
മലയാളത്തിൽ അത് 15-ാം വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇംഗ്ലീഷിൽ അത് 16-ാം വാക്യം. ഞാനൊന്ന് വായിക്കട്ടെ. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയം. ബാക്കി ഞാൻ ഒന്നുകൂടെ വായിക്കാം. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെ? ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയം. ഈ ദേവാലയത്തെ കച്ചവട ചരക്കാക്കരുത്. ഇത് പറയുമ്പോൾ പല ചിന്തകൾ, ഓർമ്മകൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഞാൻ അതൊന്നും നിങ്ങളോട് പറയുന്നില്ല. ഇത് പൈസ ഉണ്ടാക്കാൻ ഒരു മാർഗമായി അനേകർ സ്വീകരിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ആലയം. ഈ ആലയത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? കർത്താവിൻ്റെ നാമത്തിന് അപമാനം വരുത്തി ജീവിച്ചാൽ സ്വർഗത്തിലെ ദൈവം അത് സഹിക്കുകയില്ല എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. 17-ാം വാക്യം. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നതോർത്ത്. ഈ ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ ആ ഓർത്തു എന്നുള്ള വാക്ക് പിന്നെ നമ്മൾ കാണുന്നുണ്ട്. 22-ാമത്തെ വാക്യം. അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു. എന്താ ഈ ഓർത്തു എന്നുള്ള കാര്യം നമുക്കറിയാം. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സംഗതി? അവിടെ നാം വായിക്കുന്നു, അപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ്. ഇത് 69-ാം സങ്കീർത്തനത്തിലെ ഉദ്ധരണിയാണ്. എപ്പോഴാണ് ഇവരിത് ഓർത്തത്? അതുപോലെ തന്നെ 22-ാം വാക്യത്തില് ശിഷ്യന്മാർ ഓർത്തു, തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. ഇതിന്റെ പിന്നിൽ ഒരത്ഭുതമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം അത്ഭുതം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ. പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഇനിയും ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തി. ഇനിയും അതിൻ്റെ 16-ാം അധ്യായത്തിൽ ഒരു വാചകമുണ്ട്. അതിൻ്റെ 16-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം 40. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ആ വാക്ക് ശ്രദ്ധിക്കുക. എനിക്കുള്ളതിൽ നിന്നെടുത്ത്. ഞാൻ പറഞ്ഞ വാക്കുകൾ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കും. എനിക്കുള്ളത് പഴയ നിയമമാണ്. പഴയ നിയമത്തിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കും. അങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോഴാണ് അവരതിൻ്റെ മഹത്വം അറിയുന്നത്.
ഒരു വാക്കൂടെ ഞാൻ പറയട്ടെ, ദൈവവചനത്തിൽ കൂടെ കാര്യങ്ങളെ അറിയുമ്പോഴാണ് കർത്താവിന്റെ വാക്കുകളുടെ മഹത്വം നാം അറിയും. ആ മഹത്വം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ്. ഞാൻ ഒരു വാക്കൂടെ പറയട്ടെ, ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടുന്ന എപ്പോഴാണ്? സുവിശേഷം വിശ്വസിക്കുമ്പോഴാണ് ദൈവം പരിശുദ്ധാത്മാവിനെ, അഥവാ പിതാവ് പരിശുദ്ധാത്മാവിനെ ദാനമായി തരുന്നു. എന്നേക്കും നമ്മുടെ കൂടെ ഇരിക്കാനാണ്. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തും. ദൈവവചനത്തിലുള്ള സത്യങ്ങളെ നമുക്ക് തെളിയിച്ചു തരും. ഇത് വേറൊരു സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ, പരിശുദ്ധാത്മാവിനെ കെടുത്തിയാൽ ആശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരികയും. അത് പ്രത്യേകം ഓർക്കേണ്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചില്ലെങ്കിൽ ഈ ഓർമ്മപ്പെടുത്തലും ഉപദേശവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ വായിച്ച വേദഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തും, അത് യോഹന്നാൻ തന്റെ ഹൃദയത്തിൽ നിന്ന് പറയുക. 18-ാമത്തെ വാക്യം, എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്തടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു. ഇത് ശ്രദ്ധിച്ച യഹൂദന്മാര് മറുചോദ്യം ചോദിക്കുകയാണ്, നീ എന്തടയാളം കാണിച്ചു? ആ ചോദ്യത്തിന്റെ ഉത്തരം 23-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. പെസഹ പെരുന്നാളിൽ യേശു യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട്. കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഇവിടെ ഒരു വാചകമുണ്ട്, യേശു യെരുശലേമിൽ വന്ന് അനേക അടയാളങ്ങൾ ചെയ്തു. അടയാളങ്ങൾ കണ്ടിട്ട്, ഒരടയാളമല്ല, അനേക അടയാളങ്ങൾ ചെയ്തു. ആ അടയാളങ്ങളൊന്നും യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ അടയാളങ്ങളെ കുറിച്ച് 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതിന്റെ 2-ാം വാക്യത്തിൽ, ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. ഓർക്കേണ്ട കാര്യം, യേശു യെരുശലേമിൽ വന്നു അനേക അടയാളങ്ങൾ ചെയ്തു. യോഹന്നാൻ അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. 2, ഈ യഹൂദന്മാരെ അടയാളങ്ങൾ കണ്ടു. അവിടുത്തെ ഉന്നതരായ യഹൂദന്മാരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അവർ അടയാളങ്ങൾ കണ്ടു. ഇപ്പൊ അവർ ചോദിക്കുകയാണ്, നിനക്ക് ഇങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും? നീ എന്ത് അടയാളം കാണിച്ചു തരും? മത്തായി സുവിശേഷത്തിൽ യഹൂദന്മാരുടെ കർത്താവിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. നമുക്ക് മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു വാക്യം നോക്കാം. മത്തായി 12, അതിന്റെ
38 വാക്യം 38 എന്ന് വായിച്ചാൽ മതി. Matthew chapter 12 verse 38. Then some of the scribes and Pharisees answered, saying, Teacher, we want to see a sign from you. അവിടെ ചോദിക്കുന്ന ആളുകള് ശാസ്ത്രിമാരിലും പരീശന്മാരും. നമ്മള് പരീശന്മാരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ആ ചോദ്യം ഞാൻ ഓർപ്പിക്കുകയാണ്, നീ എന്തടയാളം ചെയ്യും? ചില അടയാളങ്ങൾ അവർ കണ്ടു. വലതു കൈ വരണ്ടുപോയ ഒരു മനുഷ്യന്റെ കൈക്ക് സൗഖ്യം കൊടുക്കുന്ന അവർ കണ്ണാലെ കണ്ടതാ. അവർ പിന്നെയും ചോദിക്കുകയാണ്, നീ ഇനി എന്താ അടയാളം ചെയ്തു? കർത്താവ് മറുപടി പറഞ്ഞത്, ഇനി ഒരടയാളമാണ്. അത് യോനയുടെ അടയാളം. യോന മത്സ്യത്തിന്റെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഇരിക്കേണ്ടത്. അവര് ചോദിച്ച അതേ ആശയത്തിലാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ യഹൂദന്മാർ അവനോട് ചോദിച്ച ചോദ്യം. യഹൂദന്മാർ അവനോട് 18-ാം വാക്യം, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്തടയാളം കാണിച്ചു തരും? ഇതെന്റെ പിതാവിന്റെ ഭവനമാണ്, ഇത് കച്ചവട കേന്ദ്രമാക്കരുത്, ഓടിച്ചു വിട്ടു, ഇതൊക്കെ ചെയ്യാൻ നിനക്ക് ആരാ അധികാരം തന്നത്? യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. യോനയുടെ അടയാളം അവർക്ക് കൊടുത്തതുപോലെ തന്നെ ഒരടയാളം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് തികച്ചും ആലങ്കാരിക ഭാഷയാണ്. ആലങ്കാരികമായിട്ടാണ് പറഞ്ഞത്. നമുക്ക് ആ വാക്കുകൾ, ഈ മന്ദിരം പൊളിപ്പി, ഒരുപക്ഷെ കർത്താവ് തന്റെ ചങ്കിന് നേരെ കൈവച്ചുകൊണ്ടായിരിക്കും പറഞ്ഞത്, ഈ മന്ദിരം പൊളിപ്പി, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണി. അവര് ധരിച്ചത് വേറെ വിധത്തിലാണ്. നോക്കുക 20-ാം വാക്യം, യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു. 46 വർഷം കൊണ്ട് പണിതതാണ് ഈ ദേവാലയം. യേശുക്രിസ്തു പറഞ്ഞു, ഇതെന്റെ ഈ മന്ദിരം. അവര് തെറ്റിദ്ധരിച്ചു ഈ യെരുശലേം ദേവാലയമാണ്. യെരുശലേം ദേവാലയം. അയ്യോ, ഈ കാലത്ത് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണയുണ്ട്. പൗലോസ് എഴുതി, നമുക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിടവരരുത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിടവരരുത്. ആളുകൾ ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്താ? ഒരു ക്രൂശ് ഉണ്ടാക്കി ക്രൂശ് കൈ പിടിച്ചാൽ ദൈവം പ്രസാദിക്കുന്ന ഈ ക്രൂശ് വെച്ച് കാണിക്കുന്ന ആ കളികൾ കണ്ടാൽ ചിരിച്ചു പോകും. ആധികാരികമായിട്ട് അവർ എടുക്കുന്ന വാക്യം ഇതാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. മരക്കുരിശിൽ പ്രശംസിക്കുന്ന കാര്യമാണോ പൗലോസ് എഴുതിയത്? ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകല നന്മയുടെയും അടിസ്ഥാനം എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു. അവന്റെ മരണം മുഖാന്തരമാണ്. ഞാനത് വിശ്വസിച്ചതുകൊണ്ട്, യേശുവിനെ ദൈവമായി ഞാൻ സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ നിലയിലുള്ള അനുഗ്രഹം എനിക്ക് കിട്ടിയിരിക്കുന്നു.
ഇവരും അത്ഭുതത്തോടെ ചോദിക്കുക, 46 വർഷം കൊണ്ട് ഞങ്ങൾ പണിതതാണ്, ഞങ്ങളല്ല പണിയിപ്പിച്ചതാണ്, നീ 3 ദിവസം കൊണ്ട് അത് പൊളിക്കും? നമുക്കറിയാം, കർത്താവ് ഈ പറഞ്ഞ വാക്ക് അവരൊരു ചാർജായിട്ട് എടുത്തതായിട്ട് നാം വായിക്കുന്നു. കർത്താവിനെ വിസ്തരിക്കുന്ന സമയത്ത് ഒരാരോപണമായിട്ട് ഇതെടുത്തു. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 58-ാമത്തെ വാക്യം നോക്കുക. ഐ എം സോറി, മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 58-ാമത്തെ വാക്യം ഒന്ന് വായിച്ച മോനെ. Mark chapter 14, verses 58. We heard him say, I will destroy this temple made with hands, and within 3 days I will build another made without hands. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭകാലം കർത്താവ് ഈ വാക്ക് അത് യഹൂദന്മാരുടെ ഹൃദയത്തിൽ പതിഞ്ഞു. കർത്താവ് അതിന് കൊടുത്ത അർത്ഥമല്ല അവര് കൊടുത്തത്. കർത്താവിന്റെ നേരെ കള്ളസാക്ഷികളെ നിർത്തി സാക്ഷ്യം പറയാൻ അവസരം വന്നപ്പോൾ ഇവരെ വിളിച്ചുകൊണ്ട് വന്നു. അവരൊന്ന് പറയാണ്, പണ്ട് ഇയാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചാൽ എത്ര നാള് കിടക്കും? കർത്താവിന്റെ അടുത്ത് നിന്നുകൊണ്ട് കള്ളസാക്ഷികൾ പറഞ്ഞ വാചകമാണ് നമ്മൾ അവിടെ വായിച്ചത്. 15-ാം അധ്യായത്തിൽ ഒരു വാക്കൂടെ വായിക്കാം. 29-ാമത്തെ വാക്യം, മർക്കോസ് 15:29 വായിച്ച മതി. Mark 15:29. And those who passed by blasphemed him, wagging their heads and saying, Aha, you who destroyed the temple and built it in 3 days. കർത്താവ് ക്രൂശിൽ കിടക്കുകയാണ്, അതിവേദന സഹിച്ച് കിടക്കുകയാണ്. കടന്നു പോകുന്നവർ, ആ വഴിയെ പോകുന്നവർ ഓർത്തു നോക്കണം. തലകുലുക്കി അവർ പരിഹസിക്കുകയാണ്. ആ പരിഹസിക്കാൻ അവർ ഉപയോഗിച്ച വാചകം പണ്ട് കർത്താവ് പറഞ്ഞതാണ്. നോക്കുക, 29 നമ്മൾ വായിക്കുന്നുണ്ട്, മന്ദിരം പൊളിച്ചു 3 നാൾ കൊണ്ട് പണിയുന്നവനെ, മന്ദിരം പൊളിച്ചു 3 നാൾ കൊണ്ട് പണിയുന്നവനെ. എന്തുമാത്രം കർത്താവിന്റെ ആ വാക്കുകൾ അവരെ തെറ്റിദ്ധരിപ്പിച്ചു, അവരെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നാൽ ആ ക്രൂശീകരണം കഴിഞ്ഞു. അവിടെ അത്ഭുതങ്ങൾ പലതും നടന്നു. ക്രൂശീകരണം കാണാൻ വന്ന സ്ത്രീകൾ മാറത്തടിച്ച് മടങ്ങിപ്പോകുന്നു. ഒരു വാക്കോടെ പറഞ്ഞാൽ, ശതാധിപൻ ആ ക്രൂശിന് എതിരെ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. അനേകർ കേട്ടു, അനേകർ കേട്ടു. തീർന്നില്ല. 3-ാം ദിവസം യെരൂശലേമിൽ കേട്ട ഒരു വാക്കിതാണ്, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഉയർത്തെഴുന്നേറ്റു. കർത്താവിന്റെ വാക്കുകൾ തെറ്റിദ്ധരിച്ചു, ആളുകൾ കളിയാക്കിയെങ്കിലും കാര്യം നേരെ വരികയാണ്. നമ്മുടെ കർത്താവിനെ അപമാനിക്കുന്ന അപമാനങ്ങളെല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട്, നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ ധൈര്യത്തിനുമായിട്ട് ആ വാക്കുകളെല്ലാം അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുക. കാരണം താൻ ദൈവമാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. ഈ സർവശക്തനും സർവജ്ഞാനിയും
സകലത്തിന്റെയും സൃഷ്ടാവ് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കാൽവറിയിലെ ക്രൂശിൽ മരിച്ചത്. ദൈവനീതിയെ തൃപ്തിപ്പെടുത്തത്. ദൈവസന്നിധിയിൽ നമ്മളെ നിഷ്കളങ്കരായി നിർത്തുവാൻ പ്രസാദിച്ചത് ആ മരണമാണ്. നമുക്ക് ഈ കർത്താവിന്റെ മരണത്തെ ഓർത്ത് എപ്പോഴും സ്തുതിയും സ്തോത്രവും അർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ അടുത്ത വാക്യത്തിലേക്ക് വരുന്നു. കർത്താവ് പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ. 3 ദിവസം കൊണ്ട് ഞാൻ ആ വാക്ക് ശ്രദ്ധിക്കുക. ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. ഞാൻ ഈ വാക്കോർത്ത് വളരെ സന്തോഷിച്ചു. 3 ദിവസത്തിനകം ഞാൻ അതിനെ പണിയും. ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. നമുക്കറിയാം, ലാസറെ കർത്താവ് ഉയർപ്പിച്ചു. നയിലെ വിധവയുടെ മകനെ കർത്താവ് ഉയർപ്പിച്ചു. യായിറോസിന്റെ മകളെ കർത്താവ് ഉയർപ്പിച്ചു. കർത്താവിനെ ആരാ ഉയർപ്പിച്ചത്? കർത്താവിനെ ആരാ ഉയർപ്പിച്ചത്? ഈ വാക്ക് ശ്രദ്ധിക്കുക. ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, എൻ്റെ പ്രാണനെ വെച്ചു കൊടുപ്പാനും തിരികെ പ്രാപിപ്പാനും എനിക്ക് അവകാശമുണ്ട്, അധികാരമാണ്. എൻ്റെ പ്രാണനെ വെച്ചു കൊടുക്കുവാനും തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. അധികാരം എത്ര വലുതാണ്! പിതാവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഞാനതിനെ പണിയും. ആ വാക്കിന്റെ ബലം എത്രമാണ്! ഞാനതിനെ പണിയും. ലാസറെ ഉയർപ്പിച്ച കർത്താവ്, പലരെയും ഉയർപ്പിച്ച കർത്താവ്. കർത്താവിനെ ആരും ഉയർപ്പിച്ചില്ല, താൻ തന്നെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ, പിതാവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്ന് നാം ഓർക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തുമാത്രം നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ലോകത്തിൽ ഒരു നേതാവും ഇങ്ങനെ പറയാൻ ധൈര്യമുള്ളവരായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, അനേക തത്വജ്ഞാനികളും വീരന്മാരും ശൂരന്മാരുമായ ആളുകൾ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരാരും പറയാത്ത കാര്യം, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്, ഞാനതിനെ ഉയർപ്പിക്കും. നിങ്ങൾ ഈ മന്ദിരം പൊളിക്ക്, 3-ാം ദിവസം ഞാനതിനെ ഉയർപ്പിക്കും. കർത്താവിന്റെ വാക്കുകളുടെ മഹത്വം എത്ര വലുതാണ്! അതിന് അവരുടെ പ്രതികരണമാണ് രസകരം. 20-ാം വാക്യം, യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവർക്ക് ആശയം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. യെരൂശലേം ദേവാലയം അവരുടെ കണ്ണിന് മുമ്പിലുണ്ട്. അതിൻ്റെ ചരിത്രം, ആ ദേവാലയത്തിന്റെ ചരിത്രം അവരുടെ ഹൃദയത്തിൽ കൂടെ മറിഞ്ഞു പോവുകയാണ്. അയ്യോ, ശലോമോൻ പണിത ദേവാലയം BC 586 അത് തകർന്നു. ദൈവം പ്രസാദിച്ചു. BC 516 തോന്നുന്നു സെരുബാബേലും യോശുവയും പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന യഹൂദന്മാർ അടുത്ത ദേവാലയം പണിതു, യെരൂശലേമിൽ തന്നെ. ഹെരോദ രാജാവ് BC 20-ലോ 19-ലോ
ആ കാലഘട്ടത്തിൽ ആ ദേവാലയം പുനരുദ്ധരിക്കുവാൻ തുടങ്ങി. 46 കൊല്ലം എടുത്തിട്ടും അതിന്റെ പുനരുദ്ധാനം ഇതുവരെ തീർന്നിട്ടില്ല. ഈ ദേവാലയമാണോ നീ പൊളിക്കാൻ പോകുന്നത്? ഈ ദേവാലയമാണോ നിങ്ങൾ യേശു പൊളിക്കാൻ പോകുന്നത്? അവർ തെറ്റിദ്ധരിച്ചു. അടുത്ത വാക്യം ഞാൻ വായിക്കട്ടെ. 21-ാം വാക്യം. അവനോ തന്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ച് എത്ര പറഞ്ഞത്? അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. ഇത് പറയുമ്പോൾ ശിഷ്യന്മാരും വിശ്വസിച്ചു. അവർ അത്ഭുതം കുറഞ്ഞു. എപ്പോഴാണ് അവർ വിശ്വസിച്ചത്? അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. ഓർക്കാനും വിശ്വസിക്കുവാനുള്ള കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ ഓർപ്പിച്ചു, അവർ വിശ്വസിച്ചു, അവരെ കാര്യം പ്രസംഗിച്ചു. അവരത് പ്രസംഗിച്ചത് ആളുകൾ വിശ്വസിക്കാൻ കാരണമായത് എന്താണ്? അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായി. കർത്താവ് ശിഷ്യന്മാരോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങളിവിടെ കാത്തിരിക്കണം, യെരൂശലേം വിട്ടു പോകരുത്. നാം പ്രവർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പിതാവ് വാഗ്ദത്തം ചെയ്ത് വരും, ശക്തി ധരിക്കും, നിങ്ങൾ പോയി പ്രസംഗിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ അനുഗ്രഹം നമുക്കിവിടെ കാണാൻ കഴിയും. യോഹന്നാൻ ഓർക്കുകയാണ്, ഞങ്ങളിത് വിശ്വസിച്ചു, ഞങ്ങൾക്കിത് മനസ്സിലായി. എപ്പോഴാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കിത് വെളിപ്പെടുത്തി. ഞാൻ ആദ്യം ഓർപ്പിച്ചത് ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഇന്ന് നമ്മെ ഓർപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവവചനത്തിൽ ഇത്രമാത്രം സത്യങ്ങൾ അടങ്ങിക്കിടപ്പുണ്ടെന്നുള്ള കാര്യം ഓരോ ദിവസവും നമ്മെ ഓർപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഞാൻ ആദ്യം പറഞ്ഞ വാക്കൊന്നുകൂടെ പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അടുത്ത 2-3 വാക്യങ്ങൾ വായിക്കട്ടെ. പെസഹ പെരുന്നാളിൽ യെരൂശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. അടയാളം കണ്ട് വിശ്വസിച്ചു. രസകരമായ ഒരു സംഭവമാണ്. അടയാളം കണ്ട് വിശ്വസിച്ചു. അടുത്ത വാചകം ശ്രദ്ധിക്കുക. യേശുവോ എല്ലാവരെയും അറിയണം. ആ വാക്ക് വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സർവജ്ഞാനം നമ്മുടെ ഓർമ്മയിലേക്ക് വരിക. നമ്മുടെ കർത്താവ് സർവജ്ഞാനിയാണ്. പലപ്പോഴും വിശ്വാസികൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ്. ഓർക്കണം, നമ്മുടെ കർത്താവ് സർവജ്ഞാനിയാണ്. എല്ലാവരുടെയും പേരവനറിയാം. എല്ലാവരുടെയും ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകൾ കർത്താവിനറിയാം. എല്ലാവരുടെയും വിചാരങ്ങൾ അവനറിയാം. അത് തെളിയിക്കുന്ന ഒരു വാക്യം എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഒന്ന് വായിച്ചങ്ങനെ. എബ്രായർ 4:13. Hebrews chapter 4 verse 13. And there is no creature hidden from his sight, but all things are naked and open to the eyes of him to whom we must give account. നമ്മള് അക്കൗണ്ട് കണക്കെഴുതുന്നവർക്കറിയാം, ഓഡിറ്റേഴ്സിനറിയാം അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ.
ഞാനത് ഓർപ്പിക്കുന്ന ഒരു വാക്കിലെ ഓർപ്പിക്കുന്നുള്ളൂ. നമ്മൾ ചെയ്യുന്നതിനൊക്കെ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി. അത് ഗൗരവത്തോടെ എടുക്കുന്ന ഒരു കാര്യം. ഇവിടെ ഞാൻ മടങ്ങി വരട്ടെ. 20 യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചു. ഞാൻ ഈ ഭാഗം ഇന്ന് ചിന്തിച്ചപ്പോൾ ഇതിന് തക്കതായ ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയാൻ ഞാൻ വളരെ വിഷമിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ഒരു സംഭവം എൻ്റെ ഹൃദയത്തിലേക്ക് തന്നു. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പെസഹ ഒരുക്കുന്നതിനെ കുറിച്ച് ഒരു ചർച്ചയുണ്ട്. നമ്മൾ എവിടെ ഒരുക്കണം, നമ്മൾ എവിടെ പെസഹ ഒരുക്കണമെന്നൊരു ചർച്ചയുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ അത് വായിച്ചു. ന്യായമായിട്ടും പെസഹ ഒരുക്കേണ്ട കാര്യം യൂദയാണ് ഏൽപ്പിക്കേണ്ടത്. പണസഞ്ചി അവന്റെ കയ്യിലാണ്. ഇനിയും ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യൂദ ചെവിയോർത്തിരിക്കുകയാണ്, ഇത് എവിടെയാണ് ഒരുക്കാൻ പോകുന്നത്. എന്നാൽ ആ കാര്യം കർത്താവ് പരസ്യമായി പറഞ്ഞില്ല. നിങ്ങൾ ആ വേദഭാഗം വായിച്ചു നോക്കുമ്പോൾ അറിയാം. പെസഹ ഒരുക്കാനായിട്ട് യൂദയെ ഏൽപ്പിച്ചില്ല. പത്രോസിനെയും യോഹന്നാനെയും ഏൽപ്പിച്ചു. അവര് ചോദിച്ചു, ഞങ്ങൾ എവിടെയാ ഒരുക്കുന്നത്? കർത്താവ് ആ സ്ഥലം പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിലേക്ക് ചെല്ലുക, ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരാൾ വരുന്നത് നിങ്ങൾ കാണും, നിങ്ങളുടെ നേരെ വരും. അയാൾ ആ വെള്ളം കൊണ്ട് കയറിപ്പോകുന്ന വീട്ടിലേക്ക് കയറി ചെന്ന് ആ വീട്ടുകാരോട് പറഞ്ഞാൽ യൂദയുടെ ഹൃദയത്തിലുള്ള ചിന്ത കർത്താവിനറിയാം. അവന് മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. പെസഹ എവിടെയാണ് ഒരുക്കുകയെന്ന് അറിഞ്ഞാൽ അവനോട് ചെന്ന് പറയും. ഞാൻ ഓർപ്പിച്ചത്, നമ്മുടെ കർത്താവിന് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യവും ഇവിടെ യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്, യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട്. പത്രോസിനെ യോഹന്നാനെ അറിയാം, യൂദയെ അറിയാം. ഈ അറിവ്, നമ്മുടെ കർത്താവിന്റെ അറിവ് പ്രായോഗികമായിട്ട് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ സംഭവം പറഞ്ഞത്. പ്രായോഗികമായി ഒന്ന് ഓർപ്പിക്കാം. എല്ലാം അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ ഏൽപ്പിച്ചു കൊടുത്തില്ല. തന്നെത്താൻ അവരുടെ പക്കൽ ഏൽപ്പിച്ചു കൊടുത്തില്ല. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ ഒരു വാചകം എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അതിൻ്റെ ആ സ്ഥാനം കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. വാക്യം കാണാതെ അറിയാം, പക്ഷേ അത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഗലാത്യ ലേഖനത്തിൽ നിന്ന് ആ വാക്യം ഒന്ന് വായിക്കട്ടെ. 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചു. Galatians chapter 4 verse 9. But now after you have known God, or rather are known by God, how is it that you turn again to the weak and beggarly elements to which you desire again to be in bondage? അത് അതിൻ്റെ ഒരു വാചകം നിങ്ങൾ ഓർത്താൽ മതി. വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കും.
നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു എന്നുള്ള സത്യം. പക്ഷേ വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കെ. ആ അറിവ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കും. ദൈവത്തിന് അറിയാം നിങ്ങൾ ഏത് തരക്കാരനാണ്. നിങ്ങളുടെ വിശ്വാസം എന്താണ്? കാഴ്ചയാലാണോ വിശ്വാസത്താലാണോ നിങ്ങൾ നടക്കുന്നത്? ഈ കാര്യം വ്യക്തമായി നമ്മുടെ കർത്താവ്. അവിടെ ആ വാചകം ശ്രദ്ധിക്കുക. 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം. യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചു. തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചു. അത്ഭുതം കണ്ടവർ വിശ്വസിച്ചു. എന്നാൽ ഈ സംഭവം കഴിഞ്ഞ് 3 കൊല്ലം കഴിയുമ്പോൾ യെരുശലേം നിവാസികൾ ഒന്നടങ്കം പറഞ്ഞു, ഇവനെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് ബറബ്ബാസിനെ വേണം. പീലാത്തോസ് ചോദിച്ചു, എന്ത് ചെയ്യണം? ക്രൂശിക്കണം. അവർ പറഞ്ഞൊരു വാക്ക് ഭയപ്പെടുത്തുന്ന ഒരു വാക്കാണ്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. ഒരു കാലത്ത് കർത്താവിന്റെ അത്ഭുതം കണ്ട് അവർ വിശ്വസിച്ചവരാണ്. കാലം കഴിഞ്ഞപ്പോൾ ആ വിശ്വാസം എത്രയോ ദുഃഖകരമായി അവസാനിച്ചു. ഓർക്കുക, കർത്താവ് പറഞ്ഞ വാക്ക്, യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചു. 25-ാമത്തെ വാക്യം. മനുഷ്യനുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ തനിക്ക് മനുഷ്യരെ കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യം. 2-ാം അധ്യായം അവസാനിക്കുക. ആരും തൻ്റെ അടുക്കൽ ചെന്നൊരു സാക്ഷ്യം പറയാൻ. അതിനെല്ലാവരും ഈ എല്ലാവരെയും അറിയാമെന്നുള്ള കാര്യം എന്നെ വളരെ ധൈര്യപ്പെടുത്തിയതാണ്. എൻ്റെ പ്രശ്നം എന്താണ്? എൻ്റെ ആവശ്യം എന്താണ്? അതൊക്കെ അറിയുന്ന കർത്താവ്. അറിയാൻ ഒരാളുണ്ടെന്ന് തന്നെ ആശ്വാസം. അറിയേണ്ട ആൾ അറിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തും എന്ന പ്രത്യാശ. നമ്മുടെ പ്രായോഗിക ജീവിതം എത്ര ധന്യമായി തീർക്കുന്നു. കർത്താവ് എന്നെ അറിയുന്നു, എൻ്റെ പ്രശ്നം അറിയുന്നു. ഞാൻ ദൈവമായതുകൊണ്ട് എന്നെ സഹായിപ്പാൻ കഴിയും. ആ സഹായിക്കുന്ന വഴികളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അതൊക്കെ ദൈവം തീരുമാനിച്ചു. എത്രയോ ഭക്തന്മാരും നമ്മുടെയൊക്കെ പിതാക്കന്മാരും എത്രയോ പ്രത്യാശയിൽ ഈ ഭൂമിയിൽ ജീവിച്ചു. ജീവിക്കാനുള്ള കാരണം കർത്താവ് എന്നെ അറിയും, എൻ്റെ ദൈവമാണ്, എൻ്റെ രക്ഷിതാവാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ യേശുവിനെ ദൈവവും കർത്താവുമായി സ്വീകരിക്കാൻ മനസ്സ്, ഈ കർത്താവിനെ സ്നേഹിക്കാൻ മനസ്സുണ്ടോ? ഇത്രമാത്രം അനുഗ്രഹീതമായ വാഗ്ദത്തം തന്ന് നിവർത്തിക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവിനെ നമുക്ക് ഈ 2-ാം അധ്യായത്തിൽ കൂടെ പരിചയപ്പെടാൻ കഴിയും. കാനാവിലെ ആ കല്യാണത്തിന്റെ ആ വീട്ടുകാരുടെ അപമാനം മാറ്റിയ കർത്താവ്, അതിൽ പങ്കെടുത്ത സകലരെയും അനുഗ്രഹിച്ച കർത്താവ്. ഈ കർത്താവിനെ പോലെ ശ്രേഷ്ഠമായ ഒരു വ്യക്തിയെ ലോകം ഇതുവരെ കണ്ടിട്ടുണ്ട്. ഈ കർത്താവിനെ സ്നേഹിക്കണം, ഈ കർത്താവിനെ കരുതണം, ഈ കർത്താവിനായിട്ട് ജീവിക്കണം. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് 3-ാം അധ്യായം. 3-ാം അധ്യായത്തിന്റെ ഇൻട്രൊഡക്ഷനാണ് 23-ഉം 24-ഉം 25-ഉം മാത്രം. 3-ാം അധ്യായത്തില് നമ്മളൊരു നിക്കോദിമോസിനെ കുറിച്ചാണ് വായിക്കുന്നത്.
മറ്റേ സുവിശേഷങ്ങളിലൊന്നും നിക്കോദീമോസിന്റെ പേര് നമ്മൾ കാണുന്നില്ല. 3-ാം അധ്യായം മുതൽ നിക്കോദീമോസിനെ കുറിച്ച് 3-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും നാം വായിക്കും. ഈ നിക്കോദീമോസ് എങ്ങനെ ചരിത്ര പ്രസിദ്ധനായി? ഈ നിക്കോദീമോസ് ആരായി? ഈ നിക്കോദീമോസിനോട് കർത്താവ് സംഭാഷിച്ച കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കാൻ, നമ്മുടെ സമയം തീരാറായി. ഒറ്റ വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നിക്കോദീമോസിനെ കുറിച്ചുള്ള വിവരമാണ്. നിക്കോദീമോസിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഒരു വാക്ക് പറഞ്ഞാണ്, പരീശന്മാർ. പരീശന്മാർ എന്ന വാക്ക് പറഞ്ഞാണ് നിക്കോദീമോസിന്റെ ചരിത്രം. നിക്കോദീമോസിന്റെ അമ്മയപ്പനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ, കുടുംബത്തെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നമുക്കറിയേണ്ട അനേക കാര്യങ്ങൾ നിക്കോദീമോസിൽ കൂടെ കർത്താവ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. നിക്കോദീമോസിനോടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ, താൻ മനുഷ്യപുത്രനാണ് എന്ന് നിക്കോദീമോസിനോട് പറഞ്ഞു. അതുപോലെ തന്നെ സൺ ഓഫ് ഗോഡ്, ദൈവപുത്രൻ, ഞാൻ ദൈവപുത്രനാണ് എന്നുള്ള കാര്യവും നമ്മുടെ കർത്താവ് നേരിട്ട് നിക്കോദീമോസിനോട് പറഞ്ഞു. ഇനി സ്വർഗത്തിൽ എത്താനുള്ള ആ പദ്ധതി, ആ പ്ലാൻ എന്താണെന്ന് വ്യക്തമായി തെളിയിച്ചു കൊടുത്ത നിക്കോദീമോസിനാണ്. ധാരാളം സുവിശേഷ പ്രസംഗങ്ങൾ ദൈവദാസന്മാർ ഈ അധ്യായത്തിൽ നിന്ന് പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇനിയും കേൾക്കും. കർത്താവ് വരാൻ താമസിച്ചാൽ ഇനിയും നിക്കോദീമോസിനെ കുറിച്ച് പ്രസംഗിക്കും. അത്ര അത്ഭുതകരമായ ഒരു സംഭാഷണമാണ് ഈ പരീശനായ നിക്കോദീമോസുമായിട്ട് കർത്താവ്. അതുപോലെ തന്നെ നമ്മളൊക്കെ കാണാതെ പഠിച്ചിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു വാക്യം 3:16 നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കും. ആ വാക്യം കർത്താവ് നിക്കോദീമോസിനോടാണ്. ഞാനിത് ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ഈ നിക്കോദീമോസിനെ കുറിച്ച് ചിന്തിക്കാം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കും. ഞാൻ ഓർപ്പിച്ചത് തന്നെ, കർത്താവ് നമ്മെ അറിയുന്നവന്, മുറ്റും അറിയുന്നു. നാം കർത്താവിനെ അറിഞ്ഞു എന്നുള്ള സത്യം, എന്നാൽ കർത്താവ് നമ്മെ അറിയുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി എടുക്കേണ്ട കാര്യം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ആ ചിന്ത നമ്മെ ഭരിക്കേണ്ട. കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സംശയം കൂടെ കർത്താവ് നമുക്ക് നൽകി.